ഇമാം ബുസീരി ചോദിക്കുകയാണ്, സ്വന്തത്തോട് ചോദിക്കുന്നു, എന്തിനാ നീ കരയുന്നത്? കരഞ്ഞാലും പൊറുക്ക, പ്യൂറ് കണ്ണുനീരല്ലല്ലോ. നിന്റെ കൺതടത്തിൽ നിന്ന് ഒഴുകുന്ന നല്ല ചോര കലർന്ന കണ്ണുനീരാണല്ലോ, രക്തം മിക്സ് ചെയ്ത കണ്ണുനീരാണല്ലോ, ചെങ്കണ്ണീരാണല്ലോ നീ ഒഴുക്കുന്നത്. ഇതെന്തിനാ? ദൂസലമിലുള്ള, അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല, ഞാനതിന്റെ ഉദ്ദേശം മാത്രം പറയുന്നു. മക്കത്തും മദീനത്തുമുള്ള നിന്റെ കൂട്ടുകാരെയും അയൽക്കാരെയും ഓർത്തതിനാണോ നീ കരയുന്നത് എന്ന് സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ് ഇമാം ബൂസീരി. എന്തിനാണ് ഈ കൂട്ടുകാരെ പറഞ്ഞത്, അയൽക്കാരെ പറഞ്ഞത്? ജാരിം ബിദി സലമി എന്ന് പറഞ്ഞാ പോരെ? എന്തിനാ ജിറാനിൻ ബിദി സലമി പറഞ്ഞത്? കാരണം അള്ളാഹുവിന്റെ ഹബീബിനെയാണ് മദ്ഹ് ചെയ്യുന്നത്, ശരിയാ. പക്ഷേ ഹബീബിനെ മാത്രം പറയാൻ കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ മാറ്റിവെച്ചിട്ട് ഹബീബിന്റെ ചരിത്രം പൂർണ്ണമല്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റിവെച്ചിട്ട് ഹബീബിനെ ഓർക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ മാറ്റിവെച്ചിട്ട് ഹബീബിനെ പറയാൻ കഴിയില്ല. ഇതാണ് ഈ പറഞ്ഞത് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അവസാനം ബുർദ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നതോ, ബുർദയുടെ അവസാന ഭാഗത്ത് നാം ചൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ സ്വഭാവം. കാരണം അതില്ലാതെ ഞാൻ പറ്റില്ല. സിംഹം അങ്ങോട്ട് പോകുമ്പോ വിശേഷം അന്വേഷിച്ച 3 ആളുകൾ, അവരെ കുറിച്ച് ഓരോ ചിത്രം പറയണമെങ്കിൽ നമുക്ക് സമയം വൈകിപ്പോകൂ. എന്റെ മുമ്പിലുള്ള ആയത്തുകളുടെ തഫ്സീറുകൾ, വളരെ വിശാലമായ വ്യാഖ്യാനങ്ങൾ പറയാനുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കാൻ എനിക്ക് പേടിയുണ്ട്, സമയം നഷ്ടപ്പെട്ടു പോകുമെന്ന്. സമയം നോക്കുമ്പോൾ അതിന് വിശാലമായ ടൈം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകുമ്പോൾ റസൂലുള്ളാഹിനോട് അവിടെ നിൽക്കാൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ കാല് പൊട്ടി രക്തം വരുന്നുണ്ട്. അഫ്വൻ യാ റസൂലല്ലാഹ് വഖദ് ഹുഫിയത് ഖദമാക യാ ഹബീബല്ലാഹ്, കാലിൽ ചെരുപ്പില്ലാതെ രക്തം പൊടിഞ്ഞിട്ടുണ്ട് നബിയെ, നിൽക്കണം അവിടെ, ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ഹബീബ് പറയുന്നു, സിദ്ദീഖേ, വേദനിക്കുന്നുണ്ട്, കാല് നിലത്ത് വെക്കാൻ വയ്യ, പക്ഷേ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റുമോ? വാഹനം കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിടത്തേക്ക് നമ്മൾ നടന്നു തന്നെയല്ലേ പറ്റൂ. നമ്മൾ ശത്രുക്കളെ കിടത്തിയുറക്കിയല്ലേ പോരുന്നത്. തന്നെ കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി വീട് വളർന്ന ശത്രുക്കളുടെ തലയിൽ യാസീൻ സൂറയിലെ ആദ്യ ഭാഗങ്ങൾ ഓതി പാരായണം ചെയ്ത് മന്ത്രിച്ച മണ്ണിട്ടിട്ടല്ലേ നമ്മൾ വരുന്നത്. ഓ സിദ്ദീഖേ, ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ പറയുന്നത്, നബിയെ, യാ റസൂലല്ലാഹ്, നബിയെ, നിങ്ങളോട് ഞാനിവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങയോട് ഞാനിവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങേക്ക് പൊരുത്തമാണെങ്കിൽ ഹബീബേ, ഞാനൊരു ചെറിയ കുട്ടിയെ ഏറ്റുന്നത് പോലെ അഹ്മിലുക യാ റസൂലല്ലാഹ്, നബിയെ, നിങ്ങളെ എടുത്ത് ഞാൻ എന്റെ ചുമലിലിട്ടുകൊള്ളാം. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ വാരിപ്പുണർന്ന് തന്റെ തോളിലേക്ക് വലിച്ചിട്ട് അതാ ഒറ്റക്കാരാത്രിയിൽ നടന്നു നീങ്ങുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബറിനെ മാറ്റിവെച്ചിട്ട് എനിക്കും നിങ്ങൾക്കും റസൂലുള്ളാഹിനെ പറയാൻ കഴിയോ? ഇല്ല. വെറുതെയല്ല മൃഗം ചോദിച്ചത്. അബൂബക്കറിനും സുഖമല്ലേ? ചോദിക്കാതിരിക്കില്ലേ? വന്യജീവികൾക്ക് പോലും അറിയാം അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സമർപ്പണം നോക്ക്. നിങ്ങൾ 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് നിങ്ങൾ നടക്കുകയാണെങ്കിൽ അടുത്തൊരു പെട്ടിക്കട കാണുമ്പോൾ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാകും. കുട്ടിക്ക് മോനെ ഒരു മഞ്ച് വാങ്ങിത്തരാം, ഒരു മിഠായി വാങ്ങിത്തരാം, അപ്പാന്റെ കുട്ടി നടക്കുമെന്ന് ചോദിക്കും. നമ്മൾ പതുക്കെ ഇറക്കി വെക്കില്ലേ? എന്നാൽ സിദ്ദീഖുൽ അക്ബർ തോളിലിട്ട് കൊണ്ട് നടക്കുന്നത് ആരെയാണ്? 1 വയസ്സുള്ള കുട്ടിയല്ല, 2 വയസ്സുള്ള കുട്ടിയല്ല, 53 തികഞ്ഞു നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ഒന്നാലോചിച്ച് നോക്ക, ഈ സിദ്ദീഖുൽ അക്ബറിനെ മാറ്റാൻ പറ്റുമോ? പിന്നെ അങ്ങോട്ട് പോയി ബഹുമാനപ്പെട്ടവര് സൗർ ഗുഹയില് ബഹുമാനപ്പെട്ടവർ നടത്തിയ സമർപ്പണം നമുക്കൊക്കെ പരിചയമില്ലേ? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ
സർപ്പം വന്ന് തന്റെ കാലിൽ ആഞ്ഞുകുത്തിയപ്പോൾ പോലും അള്ളാഹുവിന്റെ ഹബീബിനോട് ബഹുമാനപ്പെട്ടവർ പറയാ, നബിയെ നിങ്ങളൊന്ന് കിടന്നുറങ്ങിക്കോ എന്ന് ആദ്യം പറഞ്ഞു. കുറെ നടന്നതല്ലേ, ക്ഷീണിച്ചതല്ലേ. റസൂലുള്ളാഹിനെ ഏറ്റി വന്നയാളാണ് സിദ്ദീഖുൽ അക്ബർ. ആ സിദ്ദീഖുൽ അക്ബർ കിടന്നുറങ്ങാൻ വേണ്ടി പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് തന്റെ കാലിൽ ഉഗ്രവിഷമുള്ള സർപ്പം ആഞ്ഞു വലിഞ്ഞു കൊത്തുമ്പോ വേദനയോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലുണ്ടല്ലോ, അനങ്ങാൻ വയ്യ. കാലു വലിച്ചാൽ അള്ളാഹിന്റെ ഹബീബ് ഉറക്കത്തിൽ നിന്നുണർന്നു പോകുമോ എന്ന് ഭയന്നുപോയി. ഹബീബിന്റെ സുഖനിദ്രക്ക് തടസ്സമാകുമോ എന്ന് ഭയന്നുപോയി. കാലനക്കിയില്ല. അവയവങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, നാക്കിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, ഹബീബിനെ ഉണർത്തി സങ്കടം പറഞ്ഞില്ല. പക്ഷേ എല്ലാം നിയന്ത്രിച്ചു. വേദനയുടെ കടുപ്പം കൊണ്ട് കണ്ണു നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുനീരൊഴുകിപ്പോയി. അറിയാതെ ചുടുബാഷ്പം ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീരത്തിലേക്ക് ഉറ്റുവീണപ്പോൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പൂത്തിങ്കൾ പോലെയുള്ള മുഖത്തേക്ക് ഉറ്റുവീണപ്പോൾ, ഭൂമുഖത്തേക്ക് ഉറ്റുവീണപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി എണീറ്റുകൊണ്ട് ചോദിക്കുകയാണ്, മാലക യാ അബൂബക്കർ, ലുദിഗ്തു യാ റസൂലല്ലാഹ്. ഒന്നുമില്ല നബിയെ, എനിക്കെന്തോ വിഷം തീണ്ടിയിട്ടുണ്ട് യാ റസൂലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചാടി എഴുന്നേറ്റ് തന്റെ ശറഫാക്കപ്പെട്ട ഉമിനീർ അവിടെ പുരട്ടിക്കൊടുത്തു. പിന്നെ ആ കാലു വേദനിച്ചിട്ടില്ല. അന്ന് ആ സെക്കൻഡിൽ അസ്തമിച്ചതാണ് ആ വേദന. റസൂലുള്ളാഹിയുടെ തുപ്പുനീരിന്റെ ഷറഫും കൂടെയാണ്. കഴിഞ്ഞില്ല. ആ വേദന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പിന്നെ വന്നിട്ടില്ല. പിന്നെ അതേ വിഷബാധ കാരണമായിട്ടാണ് അവസാന ഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമായപ്പോൾ രണ്ടാമത് കയറി വരുന്നു. അത് മറ്റുള്ളവരൊക്കെ ഷഹീദായി മരണപ്പെടുമ്പോൾ സിദ്ദീഖുൽ അക്ബറിനും കൂടി ആ അവസരം കിട്ടട്ടെ എന്ന് കരുതിയിട്ടായിരിക്കുമെന്ന് അബൂ അബ്ദുല്ലാഹിൽ അൻസാരിയൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. ഇതാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരിക്കൽ സിദ്ദീഖ് എന്ന നാമം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞപ്പോ, എന്തിനാണ് ഉമറേ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യന്റെ വലുപ്പമോർത്തിട്ടാണെന്നാണ് മറുപടി. നിങ്ങൾക്കറിയോ ആരാണ് ഈ സിദ്ദീഖുൽ അക്ബർ? ആരാ നിങ്ങൾക്കറിയോ? സദസ്സിനോട് ചോദിക്കാൻ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരാരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുന്നു അവിടുന്ന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുവൻ എനിക്ക് തരണ്ട, ഒരു രാവും ഒരു പകലും എനിക്ക് തന്നാൽ ഉമറിന്റെ ജീവിതം മുഴുവൻ ഞാൻ സിദ്ദീഖിന് കൊടുക്കാം എന്ന് പറഞ്ഞു. അതൊന്ന് ഈ ഹിജ്റയുടെ രാവ് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് ഹിജ്റയുടെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഗുഹയിൽ നിന്ന് നബി തങ്ങൾക്ക് നടത്തിയ ആ സമർപ്പണത്തെക്കുറിച്ച് ആ രാത്രി എനിക്കെടുത്ത് തന്നാൽ ഉമറിന്റെ മൊത്തം അമല് ഞാൻ അങ്ങോട്ട് കൊടുത്തോളാം. ഉമർ റളിയല്ലാഹു അൻഹു ആരാ? മഹാനല്ലേ? ഒക്കെ വലിയ വലിയ മഹാന്മാരാണ്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, പിന്നെ പകലേതാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി കിടക്കുന്ന പകലാണ്. എല്ലാവരും ചിലർ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ളവർ. കുറെ ആളുകൾ സംസാരശേഷി പോയി. സംസാരശേഷി തന്നെ പോയി. സംസാരിക്കാൻ കഴിയുന്നില്ല, മൂലയിൽ കുത്തിയിരിക്കുകയാണ്. നബി വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോ ഈമാൻ നേരത്തെ തന്നെ ഉറച്ചിട്ടില്ലാത്ത കക്ഷികൾ അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അല്ലാതെ സ്വഹാബത്ത് നബിതങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം സ്വീകരിച്ച ഒരൊറ്റ സ്വഹാബിയും മുർത്തദ്ദാവൂല. പിന്നെ ആ പറഞ്ഞതിന്റെ അർത്ഥം സ്വഹാബത്തിന്റെ കൂടെ എങ്ങനെ നടന്നിരുന്ന ഉപരിപ്ലവ വിശ്വാസികളെ കുറിച്ചാണ് ആ പറഞ്ഞത്. അവര് തൽക്കാലം കൂറുമാറാൻ തുടങ്ങി. രംഗം വഷളാവുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്ത് അതാ ഉമ്മ വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് സിദ്ദീഖിനെ ഒറ്റക്കാക്കി നിങ്ങൾ പോവുകയാണോ നബിയെ എന്നൊക്കെ ചോദിച്ച് ഒരു വലിയ കവിതയും പാടിയിട്ട് ബഹുമാനപ്പെട്ടവർ അതാ അവിടുന്ന് പറയുന്നു, ആരാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറയുമ്പോഴേക്ക് വാളെടുക്കുന്നത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ
മുമ്പൊക്കെ പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ മുഹമ്മദ് മുസ്തഫായും അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ഹബീബും ഈ ലോകത്തോട് വിട പറയും, മരിക്കാതെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ആശ്വാസം നൽകിയത്, അവിടെ ആ സദസ്സിനെ സമാധാനിപ്പിച്ചത്, സമനിലയിലേക്ക് കൊണ്ടുവന്നത്, സമനില തെറ്റിയവരെ സമനിലയിലേക്ക് കൊണ്ടുവന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖായിരുന്നു. സംഗതി ലോലമനസ്കനാണ്, പക്ഷെ അള്ളാഹു വലിയൊരു ഹിമ്മത്ത് കൊടുത്തു സിദ്ദീഖുൽ അക്ബറിന്. ആ ഒരു പകല് എനിക്ക് വേണ്ടി തരാണെങ്കിൽ ഞാൻ എന്റെ അമല് മുഴുവനും സിദ്ദീഖിന് കൊടുത്തുകൊള്ളാം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ വലിയ മഹാന്മാരാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പോ